നിലവിൽ 3 മുന്നണികൾ ഉണ്ട്. UDF, LDF, NDA. ഈ 3 മുന്നണികളാണ് മത്സര രംഗത്ത് സജീവമായി നമുക്കേവർക്കും അറിവുള്ളത്. അതിലുപരി നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സമുദായ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ഭിന്നിപ്പിക്കുന്ന തരത്തിൽ വിവിധ തലങ്ങളിൽ നിന്ന് പ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അത്തരക്കാരെ കണ്ടെത്തി അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ട ചർച്ച എന്നുള്ള നിലയ്ക്ക് മാർച്ച് മാസം 5-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള പൂർണ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദ്യ യോഗം ചേരുകയാണ്. ഈ യോഗത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും, ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമുദായ സംഘടനകളും സംഘടനാ നേതാക്കന്മാരും പങ്കെടുക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ വേറിട്ട് നിന്ന് ഈ ഭിന്നിപ്പിച്ച് കളയുന്ന വോട്ടുകൾ സാധാരണക്കാരൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ അത് ഉപകരിക്കൂ. ഭരണഘടന അനുശാസിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ബാധ്യത ഓരോ സംഘടനാ നേതാക്കന്മാർക്കും ഓരോ പൗരന്മാർക്കും നിലവിലുണ്ട്. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുവാൻ തയ്യാറായി മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിൻ്റെ ഭാഗമായി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുഖ്യധാര മുന്നണി പ്രവർത്തനങ്ങൾക്ക് എതിരെ ഒരു പടയൊരുക്കം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മതപരമായിട്ട് നിൽക്കുന്ന സംഘടനകൾ, സാമുദായികപരമായിട്ട് നിൽക്കുന്ന സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ജനവഞ്ചനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു സംവിധാനം സംസ്ഥാനത്ത് ഉണ്ടായാൽ മതിയാവും. സാധാരണക്കാർക്ക് ഭരണഘടന അനുശാസിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഏർപ്പെടുത്തി നീതി നടപ്പിലാക്കുവാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ജനശക്തി പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ജനശക്തി പാർട്ടി ജനശക്തി, ജനാധിപത്യത്തിൻ്റെ ശക്തി എന്നുള്ള ഒരു തിയറിയുമായിട്ടാണ് ഇന്ന് സഹായ സഹകരണ പിന്തുണയും പ്രത്യേകമായി ചോദിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി വ്യാപകമായിട്ട് നമുക്ക് മത്സര രംഗത്ത് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ജനവഞ്ചന തുറന്നു കാണിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 3-4 വട്ട ചർച്ച നടത്തി കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ജനവഞ്ചന പൊളിക്കുവാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങളേവരെയും സൗഹൃദ കൂട്ടായ്മയിലേക്ക് മാർച്ച് മാസം 5-ാം തീയതി തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.